എറണാകുളം ജില്ലയിലെ മാണി ഗ്രൂപ്പിനുള്ളിൽ ഉടൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിന് വേണ്ടി കൂട്ടത്തല്ല് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ ഒരാൾക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണ്ട എന്ന പാർട്ടിയുടെ തീരുമാനമാണ് കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. മുന്നണി മാറ്റത്തിൽ രക്തസാക്ഷിയായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് ഒഴികെ മത്സരിച്ച് തോറ്റ ആർക്കും ഇനി സീറ്റ് നൽകണ്ട എന്നൊരു ധാരണയാണ് പാർട്ടിയിൽ പൊതുവെ ഉള്ളത്. അതോടുകൂടി സീറ്റ് മോഹികൾ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന റോണി മാത്യു പെരുമ്പാവൂർ സീറ്റിന് വേണ്ടി കരുക്കൾ നീക്കുന്നുണ്ട് എന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആക്ഷേപം തന്നെ. പാർട്ടിയുടെ ആചാര്യനായിരുന്ന കെ എം മാണിയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാതെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീട്ടിൽ പോയവനെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ തവണ പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു ബാബു ജോസഫ് ആയിരുന്നു എന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നിരീക്ഷണം. എന്നിട്ടും ബാബു ജോസഫിനെതിരെ വാർത്തകൾ നൽകി സീറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തമനായ ഒരു ചെറുപ്പക്കാരനെ പെരുമ്പാവൂരിൽ അയച്ചു തന്നാൽ വിജയിപ്പിച്ച് നൽകാമെന്നാണ് മുൻ ജില്ലാ പ്രസിഡന്റും കഴിഞ്ഞ തവണ പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയുമായ ബാബു ജോസഫ് പറഞ്ഞത് തന്നെ. തനിക്ക് ഇനി നിൽക്കുവാൻ താല്പര്യമില്ല എന്നും പാർട്ടി നിശ്ചയിക്കുന്ന മിടുക്കരായ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാൻ വേണ്ട അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ബാബു ജോസഫ് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ റോണി മാത്യു പാർട്ടിയെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പരാതി തന്നെ. പെരുമ്പാവൂർ സീറ്റിന് വേണ്ടി ഭൈമി കാമുകർ ഒന്നിലധികം പേർ ചരട് വലിച്ച് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്ന മറ്റു സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥി മോഹികൾ ചരട് വലിച്ച് നടക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് കാണുവാൻ സാധിക്കുന്നത്. കെ എം മാണിയുടെ ഭരണകാലത്ത് ചെയ്തിരുന്നത് പോലെ പുതുതലമുറയെ വളർത്തിക്കൊണ്ടുവരുവാനും ചെറുപ്പക്കാരായ പൊതുപ്രവർത്തകരെ ഉയർത്തിക്കാണിക്കുവാനുമാണ് പാർട്ടിക്കുള്ളിൽ ഏകദേശ ധാരണയുള്ളത്. ചെറുപ്പക്കാർക്ക് അവസരം നൽകുക, മുതിർന്നവർ പാർട്ടി നയിക്കുക, അതാണ് കേരള കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ നയം തന്നെ.